ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുണ്ടല്ലോ, അത് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യന്റെ കഥയാണ്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ മനോബൽ കെ ധനി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഗ്ലെൻ കെനിങ്ഹാമിന്റെ അവിശ്വസനീയമായ ജീവിതകഥ. ഈ കഥയുടെ തുടക്കം ഒരു ദുരന്തത്തിലല്ല, മറിച്ച് ഒരു കൊച്ചുകുട്ടിയെടുത്ത ഒരു ഉറച്ച തീരുമാനത്തിലാണ്. സ്വന്തം വിധിയെപ്പോലും തോൽപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വർഷങ്ങൾ പിന്നോട്ടു പോകണം. കാൻസാസിലെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സ്കൂളിൽ നടന്ന ആ വലിയ ദുരന്തത്തിലേക്ക്. അവനും അവന്റെ സഹോദരനും എല്ലാ ദിവസവും ചെയ്യുന്ന വളരെ സാധാരണ ഒരു ജോലിയായിരുന്നു അത്, സ്കൂളിലെ സ്റ്റൗ കത്തിക്കുക. പക്ഷേ അന്ന് ആ ഒരു ദിവസം ഒരു ചെറിയ അബദ്ധം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. ആ തീ, ആ മുറി മുഴുവനായിട്ടങ്ങ് വിഴുങ്ങി. ഗ്ലെന്നിനെ എങ്ങനെയോ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവന്റെ പ്രിയപ്പെട്ട ചേട്ടൻ ഫ്ലോയിഡ് ആ തീനാളങ്ങൾക്കിടയിൽ പെട്ടുപോയി. ഡോക്ടർമാർക്ക് ഗ്ലെന്നിന്റെ ജീവൻ രക്ഷിക്കാനായി. പക്ഷെ അവന്റെ കാലുകൾക്ക് പറ്റിയ പരിക്ക് അത്രയ്ക്ക് ഗുരുതരമായിരുന്നു. അവർ വിധിയെഴുതി, ഈ കാലുകൾ ഇനി ഒന്നിനും കൊള്ളില്ല, ഇവൻ ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല. പക്ഷേ ഡോക്ടർമാർക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു, ഗ്ലെന്നിനുള്ളിൽ ആ ഇച്ഛാശക്തിയെക്കുറിച്ച്. അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ ആ സങ്കല്പശക്തിയെപ്പറ്റി അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവന്റെ ആ തിരിച്ചുവരവ്, അത് ശരിക്കും പറഞ്ഞാൽ വളരെ കഠിനമായിരുന്നു. ഓരോ പടിപടിയായിട്ടായിരുന്നു ആ പ്രക്രിയ. ഒരു വശത്ത് അമ്മയുടെ പരിചരണം, മറുവശത്ത് അവന്റെ തന്നെ തളരാത്ത പരിശ്രമം. അതായിരുന്നു അതിന് കരുത്തായത്. ഒന്നാലോചിച്ച് നോക്കൂ, 4 മാസത്തോളം നീണ്ട വേദന നിറഞ്ഞ ചികിത്സ. ഓരോ ദിവസവും സഹിച്ച ആ കഠിനമായ വേദനയ്ക്കും ചികിത്സയ്ക്കും ഒടുവിലാണ് അവന്റെ കാലുകളിലേക്ക് വീണ്ടും ജീവന്റെ ഒരു തുടിപ്പ് വന്നു തുടങ്ങിയത്. അവന്റെ ആ ഒരു അത്ഭുതകരമായ തിരിച്ചുവരവ് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകളഞ്ഞു. എത്ര വലിയ പ്രതിസന്ധികളെയും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കാൻ പറ്റുമെന്നവൻ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. അപ്പോ ഇനി നമുക്ക് കാണേണ്ടത് ഇതാണ്. ഒരിക്കലും നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ആ കുട്ടി എങ്ങനെയാണ് ലോകം കീഴടക്കിയ ഒരു ഓട്ടക്കാരനായി മാറിയതെന്ന്. ഒന്നോർത്തു നോക്കൂ, ഡോക്ടർമാർ എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന്. അവൻ കയറേണ്ടിയിരുന്നത് അസാധ്യമെന്നു തോന്നിയ അത്രയും വലിയൊരു മലയായിരുന്നു. ഇനി നോക്കും, ഒരു സ്കൂൾ മുറ്റത്തെ ചെറിയ ഓട്ടമത്സരത്തിൽ നിന്ന് തുടങ്ങി ലോകവേദിയായ ഒളിമ്പിക്സിൽ വരെ എത്തിയ അവന്റെ ആ അവിശ്വസനീയമായ യാത്ര. ഓരോ ഘട്ടത്തിലും അവൻ സ്വയം മെച്ചപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഗ്ലെന്നിന്റെ കഴിവുകൾ വെറുമൊരു ഓട്ടക്കളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതിനുമപ്പുറമായിരുന്നു അയാളുടെ ലോകം. പഠനത്തിൽ മികവ് പുലർത്തി PhD എടുത്തു. രാജ്യത്തിനുവേണ്ടി സൈനിക സേവനം നടത്തി. എന്തിന്, സാമ്പത്തികമായി പോലും വലിയ നേട്ടങ്ങളുണ്ടാക്കി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു ചാമ്പ്യനായിരുന്നു. അപ്പോ ഇത്രയൊക്കെ നേടിയിട്ടും എന്തായിരുന്നു ഗ്ലെൻ കണ്ണിങ്ഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം? അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഫിനിഷിംഗ് ലൈൻ ഏതായിരുന്നു? ഒരുപാട് മത്സരങ്ങളിൽ വിജയിച്ചു, ഒരുപാട് പുരസ്കാരങ്ങൾ നേടി. ഇത്രയൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്തായിരുന്നു അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടത്? സുഖമായ വിശ്രമജീവിതം നയിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അദ്ദേഹം തെരഞ്ഞെടുത്തത് മറ്റൊരു വഴിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ശരിക്കും നിർവചിച്ചത്. അദ്ദേഹം സമ്പാദിച്ചതെല്ലാം, തന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യമെടുത്തു. എന്നിട്ട് അത് തനിക്കുവേണ്ടിയല്ല ഉപയോഗിച്ചത്, മറിച്ച് കഷ്ടപ്പെടുന്ന നിസ്സഹായരായ കുട്ടികൾക്ക് ഒരു സുരക്ഷിത താവളമൊരുക്കാൻ വേണ്ടി, അടുത്ത തലമുറയ്ക്കുവേണ്ടി അദ്ദേഹം അത് നിക്ഷേപിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയ ആ മനുഷ്യൻ ഒടുവിൽ മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷയുടെ വെളിച്ചമായി മാറി. സ്വന്തം വിജയമെന്നത് ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തിൽ പ്രകാശമായി നിറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.